എടാ, നിങ്ങൾ ഈ കോവയ്ക്ക് വെച്ച് ഇതുപോലൊരു ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ഒരു അടാർ ഐറ്റം കേട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം. പ്രത്യേകിച്ചും കോവയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കേട്ടോ. എന്നാ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാനായി ആദ്യമേ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആക്കണ്ട, എന്നാലും ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പം അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. കൂടെ ഒരു 3 വറ്റൽമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളക് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ അങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മസാലയുടെ ഒരു രുചിയാട്ടോ ഈ ഫ്രൈക്ക് അത്രയ്ക്കും ടേസ്റ്റ് കൊടുക്കുന്നത്. അതാണ്ട് ഈ പരം വരയ്ക്ക് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി ഇതൊന്ന് തണുക്കാനായി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് വെക്കാട്ടോ. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം കപ്പലണ്ടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടി, ഒരു പിഞ്ചുപ്പും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ കപ്പലണ്ടി ഒന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇത് ആ ഫ്രൈഡ് കൂടെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പം ഇത് ഇഷ്ടമുള്ളവർ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുത്ത് ഇതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. ഞാൻ ഇട്ടപ്പോൾ ഒരു അല്പം ആഡംബരമായി പോയി, ആകെ ഒരു ചിതറിയ മട്ടായി പോയി കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ചിട്ടാൽ മതിയാവും. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്ത് ഇതുപോലെ അത്യാവശ്യം കട്ടി കുറച്ച് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് നല്ല പോലെ ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരണം, ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും നല്ല പോലെ അങ്ങ് ഇളക്കിയിട്ട് നമുക്കങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ആയി വരാൻ അത്യാവശ്യം ഒരു 5-10 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 അല്ലി വെളുത്തുള്ളിയും ഒരു 2-3-4 പീസ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തങ്ങ് എടുക്കാം കേട്ടോ. പിന്നെ ഈ അണ്ടിപ്പരിപ്പൊന്നും കയ്യിലില്ലെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇപ്പൊ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ആ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് അങ്ങ് മാറിയിരിക്കണം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പം തന്നെ ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ഒരു ടേസ്റ്റി, കാണാൻ നല്ല കളർഫുള്ളും ആണല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു മണം അങ്ങോട്ട് വന്നു തുടങ്ങും കേട്ടോ. നമ്മളെ ഈ കൊതിപ്പിക്കുന്ന മണം കേട്ടോ ഈ വരുന്നത്. ഇതങ്ങോട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ കപ്പലണ്ടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടാർ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റിയാ. ഞാൻ ഇത് വെറുതെ പറയുന്നില്ല, നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.